ഹലോ, ഞങ്ങളുടെ മൈസൂർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസൂരിലെത്തി പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡിയായി ഇറങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് മൈസൂരിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ എങ്ങനെ കവർ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. ഞങ്ങളുടെ ആദ്യ ലൊക്കേഷൻ മൈസൂരിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സെന്റ് ജോസഫ് കത്തീഡ്രൽ ആയിരുന്നു. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിന്റെ മാതൃകയിൽ ഗോത്തിക് രീതിയിൽ മൈസൂർ മഹാരാജാവ് പണി കഴിപ്പിച്ച ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഗാംഭീര്യമാണല്ലേ ഈ സ്ട്രക്ചറിന്. പള്ളിയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശപ്പായി. അപ്പോഴാണ് തൊട്ടടുത്തൊരു ഉടുപ്പി റെസ്റ്റോറന്റ് കണ്ടത്. നേരെ കയറി മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷെ വിചാരിച്ചത്ര പോരായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് തിരിച്ചു. പോകുന്ന വഴിക്കൊരു ലേക്ക് കണ്ടു. കാരഞ്ചിന്നോ മറ്റോ ആണ് പേര്. ഈ ലേക്കാണ് അത്ര ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റ്. ലേക്കിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം ആയിരുന്നു. അവിടെ കുറെ സെലിബ്രിറ്റീസിന്റെ മെഴുകു പ്രതിമ കണ്ടു. നമ്മുടെ അബ്ദുൽ കലാം സാർ, സായിബാബ, ആൽബർട്ട് ഐൻസ്റ്റീൻ, മഹാത്മാഗാന്ധിജി, കൽപ്പന ചൗള, പിന്നെ ഭഗത് സിംഗ്, മൊണാലിസ, സ്പൈഡർമാൻ, ബ്ലാക്ക് മാൻ, പിന്നെ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്തെയും ബോളിവുഡിലേക്ക് പ്രമുഖ നടന്മാർ, കൂടാതെ നമ്മുടെ നരേന്ദ്രമോദിജി ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ സെലിബ്രിറ്റീസിന്റെ പ്രതിമ കണ്ടെങ്കിലും ഈ ഒരു പേര് കണ്ടപ്പോൾ മനസ്സിലൊരു കുളിരി കോരി. നമ്മുടെ ലാലേട്ടന്റെ പ്രതിമ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയെങ്കിലും സത്യം പറഞ്ഞ രൂപം ഒട്ടും ഒത്തിട്ടില്ല കേട്ടോ. അത് ഇച്ചിരി നിരാശ തോന്നി. അതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ MS ധോണിയുടെ പ്രതിമ കണ്ടപ്പോഴും സന്തോഷം തോന്നി. പക്ഷെ അതും അത്ര അങ്ങോട്ട് ഒത്തിട്ടില്ല എന്ന് തോന്നി. വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഒരു ഹൊറർ കേവും ഉണ്ടായിരുന്നു. അതിനകത്ത് കയറിയിട്ട് പേടിയൊന്നും തോന്നിയില്ലെങ്കിലും ചതിക്കാത്ത ചെന്ത് സിനിമ ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് മനോഹരമായ മണൽ ശില്പങ്ങൾ നിറഞ്ഞ ഒരു സാൻഡ് മ്യൂസിയം അവിടെ ഉണ്ടായിരുന്നു. സംഗതി കൊള്ളാം, കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് തൊട്ടടുത്ത് തന്നെയുള്ള കേരള സ്പൈസസ് ഗാർഡനിലേക്കാണ്. വെറൈറ്റി ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ നിറഞ്ഞ നല്ലൊരു പച്ചപ്പുള്ള ഗാർഡൻ ആയിരുന്നു അത്. അതിന്റെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ഔഷധ സസ്യങ്ങളെയൊക്കെ പറ്റി പറഞ്ഞു തരാനും ഒരാളുണ്ടായിരുന്നു. പുതിയ ഔഷധ സസ്യങ്ങളെയൊക്കെ പരിചയപ്പെട്ട ശേഷം നമ്മൾ നേരെ പോയത് മൈസൂരിന്റെ ആത്മാവായ മൈസൂർ പാലസിലേക്കാണ്. 14ാം നൂറ്റാണ്ടിൽ വോഡയാർ രാജവംശം നിർമ്മിച്ച ഈ കൊട്ടാരം 1897 തീപിടുത്തത്തിൽ തകർന്ന ശേഷമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടതത്രേ. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലവും ഇവിടെയാണ് അത്രേ. ശരിക്കും നേരിട്ട് വന്ന് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജകീയ അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എങ്ങോട്ട് കണ്ണോടിച്ചാലും പ്രൗഢി വിളിച്ചോതുന്ന കൊത്തുപണികളും മനോഹരമായ ആർച്ചുകളും പില്ലറുകളും. ഇവിടുത്തെ ആ വിശാലമായ മുറ്റത്ത് നിന്ന് കൊട്ടാരത്തിലേക്ക് നോക്കുമ്പോഴും അതിനുള്ളിലെ ഓരോ ഹാളിലൂടെയും നമ്മൾ രാജകീയ പ്രൗഢിയോടെ നടക്കുമ്പോഴും ശരിക്കും നമ്മൾ എന്തോ ഒരു രാജകീയ യാത്രയിലാണെന്നൊരു ഫീലാണ് കിട്ടുന്നത്. ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇത് നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി എന്നറിയോ. ഈ കൊട്ടാരത്തിലെ ഓരോ കോണും സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് തോന്നിപ്പോകും. മൈസൂരിൽ എത്തിയാൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അത്ഭുതം തന്നെയാണ് മൈസൂർ പാലസ്. കൊട്ടാരമൊക്കെ കറങ്ങി നടന്നതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് നേരെ നമ്മളൊരു ഹോട്ടലിലേക്ക് പോയി ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു. രാവിലത്തെ ദോശ തന്ന നിരാശ ഈ ബിരിയാണി മാറ്റി തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഒരു മിന്റ് ലൈമും കൂടെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ മൈസൂരിന്റെ തെരുവുകളിലൂടെ ഒരു ചെറിയ ഡ്രൈവ്. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മൈസൂരിന്റെ ആ ഒരു വൈബ് ഒന്ന് ആസ്വദിച്ചു. നിറപ്പകിട്ടാർന്ന കടകളും തിരക്കേറിയ വഴികളും ഒക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും സമയക്കുറവ് കാരണം വേണ്ടാന്ന് വെച്ചു. ആ സ്ട്രീറ്റുകളിലൂടെയൊക്കെയുള്ള ഡ്രൈവ് തന്നെ നമ്മളെ മൈസൂരിന്റെ ഒറിജിനൽ വൈബ് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അങ്ങനെ മൈസൂർ നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഞങ്ങൾ നേരെ ചാമുണ്ഡി ഹിൽസിലേക്ക് വണ്ടി തിരിച്ചു. അവിടെ ശരിക്കും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോകുന്നതായിരിക്കും നല്ലത്. പുളഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്രയും അസ്തമയത്തിന്റെ ആ ഒരു നേർത്ത വെളിച്ചവും കാറ്റും ഒക്കെ ചേർന്നപ്പോ ശരിക്കും അടിപൊളി വൈബായിരുന്നു. മൈസൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഈ ചാമുണ്ഡി ഹിൽസിലോട്ട്. ഇവിടെയാണ് പ്രശസ്തമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുഷ്ടനായ മഹിഷാസുരൻ എന്ന അസുരനെ ചാമുണ്ഡി ദേവി വധിച്ചത് ഈ മലമുകളിൽ വെച്ചാണെന്നാണ് ഐതിഹ്യം. മഹിഷാസുരന്റെ നാടായതുകൊണ്ടാണത്രേ ഈ നാടിന് മൈസൂരു എന്ന പേര് വന്നത് തന്നെ. നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയില്ലെങ്കിലും ചുറ്റിലും ഒന്ന് വലം വെച്ച് തൊഴുതു. എന്നിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് മഹിഷാസുരന്റെ പ്രതിമയൊക്കെ നോക്കി നിന്നു കുറച്ചു നേരം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു പാക്കറ്റ് മൈസൂർ പാക്ക് കൂടെ വാങ്ങി. ചാമുണ്ഡി ഹിൽസിൽ നിന്ന് സിറ്റി ലൈറ്റ്സ് ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ വീണ്ടും മൈസൂർ പാലസിലേക്ക് തന്നെ വെച്ചുവിട്ടു. മൈസൂർ പാലസിന്റെ പ്രശസ്തമായ ലൈറ്റ് ഷോ കാണാനായിരുന്നു ആ ഓട്ടം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലുമാണ് കൊട്ടാരം മുഴുവനായി ദീപാലങ്കൃതമാകുന്ന ആ ഒറിജിനൽ ലൈറ്റ് ഷോ ഉള്ളത്. ബാക്കി ദിവസങ്ങളിൽ വെറും 15 മിനിറ്റ് മാത്രമാണ് ഈ ലൈറ്റുകൾ ഇട്ട് കാണിക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയ ദിവസത്തെ ആ ഒരു 15 മിനിറ്റ് കാഴ്ച കാണാൻ അത്ര വലിയ രസമൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു. നിങ്ങൾ മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുൾ ലൈറ്റിംഗ് ഉള്ള സൺഡേസ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മൈസൂരിലെ ഭൂരിഭാഗം അട്രാക്ഷൻസും സിറ്റിയുടെ ഒരു 7-8 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഇച്ചിരി ദൂരമുള്ളത് ചാമുണ്ഡി ഹിൽസിലേക്കും വൃന്ദാവൻ ഗാർഡനിലേക്കുമാണ്. വൃന്ദാവൻ ഗാർഡനിലേക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും കൂടെ കവർ ചെയ്യായിരുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. അങ്ങനെ മൈസൂരിലെ ഞങ്ങളുടെ പ്രധാന കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചു. അപ്പൊ നമ്മുടെ ഈ യാത്രാവിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.